നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു മഹാസംവാദം നടന്ന ദിവസമാണിന്ന്. 100 വർഷം മുമ്പ് ഇതേ ദിവസമാണ് ശിവഗിരി കുന്നിലെത്തി മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത്. മഹാപുരുഷന്മാരുടെ അന്നത്തെ സംഭാഷണത്തിൽ ഐത്തോച്ചാടനം, സഞ്ചാര സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശം, അധസ്ഥിതോദ്ധാരണം, മോക്ഷപ്രാപ്തി, സ്വാതന്ത്ര്യലബ്ധി, അങ്ങനെ ഒരു പിടി വിഷയങ്ങൾ ചർച്ചയായി. ജാതി വ്യവസ്ഥയെപ്പറ്റിയുള്ള ഗാന്ധിജിയുടെ അന്നോളമുള്ള ബോധ്യങ്ങൾ തിരുത്തിയ കൂടിക്കാഴ്ചയായിരുന്നു അത്. ജാതി നിരാകരണമില്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഗാന്ധിജി തിരിച്ചറിയുന്നത് ആ സംസാരം നൽകിയ തെളിച്ചത്തിലാണ്. അങ്ങനെ ആ യുഗസംവാദം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗതയും പോലും തിരുത്തി. പുരോഗമന സമൂഹമായി പരിണമിച്ചു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഇപ്പോഴും ജാതി ചിന്തകൾ ശക്തമാകുന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ പ്രസക്തിയേറുന്നത്. ഒരു റിപ്പോർട്ട് കണ്ടുവരാം 59 സെക്കൻഡിൽ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ ഗാന്ധിജി 1925 മാർച്ച് 12 ഉച്ചതിരിഞ്ഞ് 3:30 ഗുരുവിനെ സന്ദർശിക്കാൻ ശിവഗിരിയിലെത്തിയത്. വെള്ളമണ്ണ് വിരിച്ച് വെടിപ്പാക്കിയ ആശ്രമത്തിന്റെ മുറ്റത്ത് ഗാന്ധിജി കാറിൽ വന്നിറങ്ങി. ഗുരു ഇരു കൈകളും നീട്ടി മഹാത്മാവിനെ സ്വീകരിച്ചു. ശിവഗിരിയിലെ വനജാക്ഷ മന്ദിരത്തിന്റെ നിലത്ത് ഖദർ വിരിപ്പിട്ട പുല്ലുപായയിലിരുന്നുള്ള ആ മഹാസംവാദത്തിന്റെ 1 മണിക്കൂർ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നമ്മുടെ സാമൂഹിക നഭസിൽ പ്രകാശം പ്രസരിപ്പിച്ച് ജ്വലിച്ചു നിൽക്കുന്നു. വർണ്ണാശ്രമവും ഐത്താചാരവും മുതൽ മോക്ഷപ്രാപ്തി സ്വാതന്ത്ര്യലബ്ധിയും വരെ ആ മഹാമനുഷ്യരുടെ സംസാരത്തിൽ കടന്നു വന്നു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തോടുള്ള മമത ഗുരു പ്രകാശിപ്പിച്ചു. അയിത്തം എന്ന പോലെ വർണ്ണസങ്കല്പത്തെയും ഉച്ചാടനം ചെയ്താലേ സമൂഹമെന്ന നിലയിൽ മുന്നോട്ടു പോകാൻ സാധ്യമാകൂ എന്ന ദർശനത്തിലേക്ക് ക്രമേണ ഗാന്ധി എത്തിച്ചേർന്നു. നൂറ്റാണ്ടിനിപ്പുറവും ആ മഹാസംഭാഷണം നമ്മുടെ ജനാധിപത്യ സാംസ്കാരിക ആധ്യാത്മിക ദർശനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ ദിവസവും കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനം വാർത്താ തലക്കെട്ടുകളാകുന്നത് നിർഭാഗ്യകരം. ഇനിയും സഞ്ചരിക്കാൻ ദൂരമേറെ എന്ന ഓർമ്മപ്പെടുത്തൽ. കേരളം ഇന്നും ഭ്രാന്താലയമോ എന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം ഈ നിലയ്ക്ക് കൂടൽമാണിക്യത്തിലെ ഈ പ്രശ്നമടക്കം ചർച്ച ചെയ്യപ്പെടുന്നു. അത് കാരാണ്മയാണോ, ജാതിയാണോ, ഇങ്ങനെ അവകാശമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത് പച്ചയായ ജാതിയാണ് എന്നുള്ളത് നമുക്ക് മുന്നിലൊരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അത് ആ നിലയ്ക്ക് പറയാൻ എല്ലാവർക്കും മടിയാണ് എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ആ യുഗ സംവാദത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഒപ്പം തന്നെ ഈ കൂടൽമാണിക്യം പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നത്. ഗാന്ധിജി ഗുരുവിനെ കാണാൻ ശിവഗിരിയിലെത്തിയത് 1925 മാർച്ച് 12 അന്ന് ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന കാലം കൂടിയാണ്. സാമൂഹ്യ ചരിത്രത്തിലെ ഒരു യുഗ സംക്രമ മുഹൂർത്തമാണ് എന്നത് വിലയിരുത്താൻ കാരണം മഹാത്മാഗാന്ധി എല്ലാ കാലത്തും വർണ്ണാശ്രമത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് അതിന് മുൻപ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ്. അതിനുശേഷം വന്ന മാറ്റങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ്. കൂടിക്കാഴ്ച നടന്നത് ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരം എന്ന വീട്ടിൽ വെച്ചായിരുന്നു. ആ വീടിൻ്റെ മുറ്റത്ത് വെച്ചുമൊക്കെയായിരുന്നു അവരുടെ കൂടിക്കാഴ്ച നടന്നത്. വനജാക്ഷി മന്ദിരം ഇന്ന് ഗാന്ധി ആശ്രമം എന്ന പേരിൽ ഒരു മ്യൂസിയമായി തന്നെ നിലകൊള്ളുന്നു എന്നതാണ് സനീഷ അതിൻ്റെ ഒരു കാര്യം. ഇപ്പോഴും അത് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ട് എന്ന് ഗുരു അവിടെ വെച്ച് മഹാത്മാഗാന്ധിയോട് പറയുന്നു. അതായത് ഇത് ഹിന്ദു മതത്തിൽ കൂടി മാത്രമല്ല മോക്ഷം പ്രാപിക്കാൻ കഴിയുക, മറ്റു മതങ്ങളിലും അതിന് സാധ്യതയുണ്ട്. ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളമാണ് എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഇച്ഛിക്കുന്നത് ലൗകികമായ സ്വാതന്ത്ര്യമാണ് എന്നതുകൂടിയാണ് ഗുരുവിൻ്റെ മതബോധമായി നിൽക്കുന്നത്. ആ വിഷയം അദ്ദേഹം പിന്നീട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുമായി ആ ഘട്ടത്തിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നു. മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായി കാണുന്നു എന്നതാണ് ഗുരു പറയുന്നത്. ആ സ്വാതന്ത്ര്യം എന്താണ്? ഇവിടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, ഈ ഐത്തത്തിൽ നിന്നുള്ള മോചനമാണ്. അത് ലഭിക്കുമ്പോൾ ആ ലൗകികമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് തന്നെയാണോ ഏറ്റവും വലിയ കാര്യം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ മഹാത്മാഗാന്ധി പൊരുതുന്നത്. അതുകൊണ്ട് അതെടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണ്, ഈ ആശയം എടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണ് ഗുരു ചെയ്തത്. വർണ്ണാശ്രമത്തെ തൊഴിൽ വിഭജനത്തിനുള്ള ക്രമമായി ആണ് മഹാത്മാഗാന്ധി എക്കാലവും കണ്ടിരുന്നത്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് തന്തൈ പെരിയാർ മഹാത്മാഗാന്ധിയുമായി പിണങ്ങുന്നത്. ഗാന്ധി അക്കാലത്ത് എതിർത്തിരുന്നത് ഐത്താചരണത്തെ മാത്രമായിരുന്നു, വർണ്ണാശ്രമത്തെ എതിർത്തിരുന്നില്ല. കാരണം അത് തൊഴിൽ വിഭജനമാണ് എന്നതായിരുന്നു കണ്ടിരുന്നത്. വർണ്ണസങ്കല്പത്തെ തന്നെ ഉച്ചാടനം ചെയ്യണം എന്നാണ് ഗുരു ഉദാഹരണ സഹിതം മുന്നോട്ട് വയ്ക്കുന്നത്. ഗാന്ധിയുടെ ജാതി സങ്കല്പത്തെ
ആഴത്തിൽ തിരുത്തുകയാണ് ഗുരു അതോടെ ചെയ്യുന്നത്. അതിനുശേഷമാണ് മഹാത്മാഗാന്ധിയുടെ ചിന്തകളിൽ ഈ വിഷയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഗാന്ധിയുടെ അഹിംസാ മാർഗത്തോട് മമത പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഗുരു എന്നുള്ളതാണ് അതിലെ മറ്റൊരു കാര്യം. ബലപ്രയോഗം ന്യായീകരിക്കത്തക്കതല്ല എന്നുകൂടി ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയോട്. ഐത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം വേണം എന്ന് മഹാത്മാഗാന്ധി ചോദിക്കുന്നുമുണ്ട്. അധകൃത വർഗ്ഗക്കാർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം എന്നുകൂടിയാണ് ഗുരു പറയുന്നത്. അറിയാമല്ലോ, പ്രശസ്തമായ വാക്കുണ്ട്, ഗുരു നമുക്ക് സന്യാസം നൽകിയത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞ ഗുരു കൂടിയാണ്. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള സമീപനം മറ്റൊന്നും കൂടിയായിരുന്നു കേട്ടോ. നൂറ്റാണ്ടിന് ശേഷം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഒരു നൂറ്റാണ്ടിന് ശേഷം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകത്തിന് അയിത്തം പ്രഖ്യാപിക്കുന്നിടത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. വിവിധ മഹാക്ഷേത്രങ്ങളിൽ തന്നെയാണ് അവസ്ഥ. കഴക ജോലി ചെയ്യുന്ന ഈഴവ യുവാവിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അവിടെ എന്നുള്ളതാണ്. അതുപോലെ ബാലു കുളിച്ചാൽ ക്ഷേത്രക്കുളം അശുദ്ധമാകും എന്നുള്ളതാണ് തന്ത്രിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം മറ്റുള്ളവരും കുളിക്കുന്നതാണല്ലോ, ഈ സവർണ വിഭാഗക്കാരും അവിടുത്തെ പൂജാരിമാരും ഒക്കെ കുളിക്കുന്ന സ്ഥലമായതുകൊണ്ട്. അങ്ങനെ ഗതികെട്ട് ജോലി ഉപേക്ഷിക്കുകയാണ് ബാലു. ജോലി ഉപേക്ഷിക്കാൻ ഒരുങ്ങി, കാരണം അതല്ലാതെ നിവർത്തിയില്ല, ഭയം എന്നുള്ളത് കൊണ്ട് തന്നെ ജോലി ഉപേക്ഷിക്കാൻ ഒരുങ്ങി. ബാലു തന്നെ കഴകസ്ഥാനത്ത് തുടരണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ബാലുവിന് പിന്തുണയുമായി SNDP യോഗമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ബാലു അതിൽ തുടരുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മാറ്റിയത് ദേവസ്വം ബോർഡ് അല്ല എന്ന് ദേവസ്വം മന്ത്രി ആവർത്തിച്ച് പറയുന്നുമുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട്, അല്ലെങ്കിൽ ആ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടിക്ക് നിർദ്ദേശവും വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇയാളെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞല്ലോ. അവിടെ ദേവസ്വത്തോട് സർക്കാർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ അയിത്തം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവിടെ നിലനിൽക്കുന്നു. പരാതി നൽകാതെ ഒന്നും ചെയ്യാനാവില്ല എന്നാണ് SNDP യോഗം പറയുന്നത്. നമുക്കറിയാം SNDP യോഗത്തിൻ്റെ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഇനി അടുത്ത ദിവസം ഈ കാര്യത്തിൽ എന്ത് മാറ്റം വരുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതി തന്നെയാണ്. എന്നാൽ വഴങ്ങാതെ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനാണ് വാര്യർ സമാജത്തിൻ്റെ തീരുമാനം. എന്തായാലും ഈ ദിവസം നമ്മളിത് ഒന്ന് ഓർത്തു പോകേണ്ടതുണ്ട്. കാരണം ഈ 100ാം വാർഷികത്തിനല്ലാതെ നമ്മൾ എപ്പോഴും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഈ 10-15 മിനിറ്റ് നമ്മൾ അതിന് മാറ്റി വെക്കണം. ഒപ്പം കൂടൽ മാണിക്യത്തെ കൂടി ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോകണം, അല്ലേ? നിശ്ചയമായിട്ടും. ഞാൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഈ സംഭവം നമ്മൾ ചർച്ച ചെയ്യാനെടുത്തപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു എന്ന് നോക്കി. അതായത് ഈ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിന് 70 വയസ്സുണ്ട്, 55 വയസ്സാണ് മഹാത്മാഗാന്ധിക്ക്. 55 വയസ്സുകാരനായിട്ടുള്ള 15 വയസ്സ് കൂടുതലുണ്ട് ഗുരുവിന്. രണ്ടുപേരും പക്ഷേ തുല്യമായിട്ടുള്ള ബഹുമാനത്തോടെയാണ് ഇരുന്നത്. 15 വർഷം കൂടുതൽ ജീവിച്ച ഒരാളോടുള്ള ആധ്യാത്മിക ആചാര്യനോടുള്ള ബഹുമാനം നിശ്ചയമായിട്ടും മഹാത്മാഗാന്ധിയുടെ ഇരിപ്പിലും സംസാരത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായതുകൊണ്ട് ചില ചോദ്യങ്ങൾ അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ, നേരത്തെ ഹർഷം പറഞ്ഞ ചില കാര്യങ്ങളിലെ ചില ട്വിസ്റ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങേയറ്റം വളരെ ആദരവോട് കൂടിയിട്ട് രണ്ടുപേരും യോജിച്ച ഒരു കാര്യം ഈ പറഞ്ഞ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അയിത്തം എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അയിത്തോച്ചാടനം ആവശ്യമാണ് എന്ന് രണ്ടുപേരും ഒരേപോലെ പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബുദ്ധിജീവികളായിരുന്നു അവർ. 55 വയസ്സുകാരനും 70 വയസ്സുകാരനും രണ്ടുപേരും അയിത്തം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അത് ഉച്ചാടനം ചെയ്യണം നമ്മളെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളെന്താ കാണുന്നത്? ഇപ്പം നമ്മൾ കാണുന്നത് അയിത്തം തന്നെയാണിത്. അതായത് കഴക ജോലിയിൽ നേരത്തെ തന്നെ അറിയാവുന്ന വിധത്തിൽ ഒരു ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടായിരിക്കുകയും ആ ബോർഡിൽ പോയി പരീക്ഷ എഴുതിയിട്ട് 1ാം റാങ്ക് വാങ്ങിച്ചിട്ട് ആ പണിക്ക് ചെയ്ത ആൾക്ക് അയിത്തമല്ലേ അദ്ദേഹത്തോട് കാണിക്കുന്നത്. തന്ത്രി പറയുന്നത് അയാൾ ഇവിടെ പറ്റില്ല, ഈ കുളത്തിലിറങ്ങി കുളിച്ചാൽ അശുദ്ധമായി പോകുമെന്നാണ്. അതെങ്ങനെയാണ് 100 വർഷങ്ങൾക്കപ്പുറത്ത് ഈ 2 മഹാരഥന്മാരായിട്ടുള്ള 2 ബുദ്ധിജീവികൾ ലോകത്തോട് പറഞ്ഞ കാര്യം ഈ 100 വർഷങ്ങൾക്ക് ശേഷം പോലും ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് ചെയ്യാൻ പറ്റുക? മറ്റൊരു കാര്യം അതിനോട് ചേർന്ന് ഹർഷൻ എനിക്ക് ആലോചനയിൽ വരുന്നത്, അവിടെ നിന്നും പിന്നെ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് 1920-കളിലാണല്ലോ ഈ കൂടിക്കാഴ്ച, 25-ലാണല്ലോ കൂടിക്കാഴ്ച. അതൊരു 30-35 വർഷം മുമ്പ് 1892 വിവേകാനന്ദൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിട്ട് അവിടുത്തെ സനാതനികൾ അങ്ങോട്ടേക്ക് കയറ്റാൻ അദ്ദേഹത്തെ വിട്ടില്ല. വിവേകാനന്ദൻ ഈ അന്ന് ജാതിയിൽ കുറഞ്ഞ ആളുകൾ എന്ന് വിവക്ഷിക്കപ്പെട്ടിരുന്ന ഈ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അദ്ദേഹം ജാതിയിൽ ഉന്നതൻ എന്ന് സ്വയം തന്നെയും വിചാരിച്ചിരുന്ന, എവിടെയും അമ്പലത്തിൽ രാജ്യത്ത് എവിടെയും പോയാൽ അമ്പലത്തിൽ കയറാൻ പറ്റുന്ന വിചാരിച്ചിരുന്ന ആളായിരുന്നു വിവേകാനന്ദൻ. പക്ഷേ കൊടുങ്ങല്ലൂർ കയറ്റിയില്ല. അപ്പം അവിടുന്ന് തിരിച്ചു പോയിട്ടാണ് പിറ്റേ കൊല്ലമാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഈ കേരളം ഭ്രാന്താലയമാണ് എന്നുള്ള പ്രസ്താവന വന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറയുന്നു. മഹാത്മാഗാന്ധിയും
ഇദ്ദേഹവും ശ്രീനാരായണ ഗുരുവും ചേർന്നിരുന്നിട്ട് അയിത്തത്തെ ഉച്ചാടനം ചെയ്യണമെന്ന് പറയുന്നു. 100 വർഷത്തിനിപ്പുറം ഈ 10-40 വർഷം മുമ്പ് ജനിച്ച നമ്മളൊക്കെ ഇരുന്ന് ഈ കാര്യം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അയിത്തം, അപ്പോൾ അയിത്തം പല രൂപത്തിലാണ്, ഇപ്പോഴത്തെ രൂപം ഇതാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സമൂഹം നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഈ ദിവസം പറയേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത് വളരെ രസകരമായി തന്നെയാണ് മഹാത്മാഗാന്ധിയെ ഗുരു മനസ്സിലാക്കി കൊടുക്കുന്നത്. അവിടുത്തെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിൻ്റെ ഇലകളെ ചൂണ്ടിക്കാട്ടിയാണ്. ആ ഇലകളുടെ രുചി ഒരുപോലെ ആയിരിക്കും, രൂപവും ഭാവവും വർണ്ണവും ഒക്കെ പലതായിരിക്കുമെങ്കിലും അതിൻ്റെ രുചി ഒന്നായിരിക്കും ഇടിച്ചു പിഴിഞ്ഞ് സത്തെടുത്താൽ എന്ന് പറഞ്ഞു തന്നെയാണ് ഈ ജാതിയെ ഗുരു അവിടെ വെച്ച് എന്താണ് ഈ മഹാത്മാഗാന്ധിക്ക് മുന്നിൽ വെച്ച് അങ്ങനെ ഉടച്ച് കാണിക്കുന്നത്. ഈ കൂടൽമാണിക്യത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സനീഷ, ഇത് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിൽ എത്ര മഹാക്ഷേത്രങ്ങളിൽ ഈ അയിത്തം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ കാരാൺമയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ ഈ എന്താണ് ഇതൊക്കെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആവർത്തിച്ച് ഇത് പറയുന്നത്. ഈ ഇന്ന കുടുംബക്കാർക്കാണ്. എപ്പോൾ മുതലാണ് ഈ അവകാശം? അത് നമ്മൾ ആലോചിക്കണമല്ലോ. ഇത് മറ്റ് ഇതര വിഭാഗക്കാർക്ക് അവിടെ പ്രവേശം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ സവർണ വിഭാഗങ്ങൾക്ക് ഈ അവകാശം ഉള്ളത്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവിടെ പ്രവേശം പോലും ഇല്ലായിരുന്നത് കൊണ്ട് എങ്ങനെയാണ് പിന്നെ അവർക്ക് അവകാശം ഉണ്ടാവുക? അവർക്ക് വേറെ അവകാശം ഉണ്ടാകാനുള്ള ഒരു സ്കോപ്പ് ഇല്ലല്ലോ. മാത്രമല്ല ഇത് അയിത്തമല്ല എന്ന് വാദിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണങ്ങൾ ഈ പുതിയ കാലത്ത് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഉഷാ നങ്ങ്യാർ കൂടിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെ കയറ്റാതായത് എങ്ങനെയാണ്? ഉഷാ നങ്ങ്യാർ മറ്റൊരു സമുദായത്തിൽ നിന്ന്, ജാതി വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉഷാ നങ്ങ്യാർ ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ജാതീയത തന്നെയാണ് എന്നുള്ള കാര്യം. അത് ഇത് ഈ ക്ഷേത്രം, ഇവിടുത്തെ ഒരു കാര്യം മാത്രമല്ല, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും തുടരുന്നുണ്ട്. ചില ക്ഷേത്രങ്ങളിലെ കമ്മിറ്റികളിൽ ഇന്ന വിഭാഗക്കാരെ കയറാവൂ എന്നുണ്ട്. നമുക്ക് തൃശ്ശൂരിലത്തെ കാര്യം തന്നെ എടുക്കാം. അത് സുപ്രീം കോടതിയിൽ വരെയാണ് കേസ് നടക്കുന്നത്. വിവിധ വിഭാഗക്കാർക്ക് കമ്മിറ്റിയിൽ, ദേവസ്വം കമ്മിറ്റിയിൽ പ്രവേശനം അനുവദിക്കണം എന്നുള്ള വാദം ഉന്നയിച്ച് മേളത്തിന് ഇന്ന ജാതിക്കാരെ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ ജാതിക്ക് അപ്പുറത്തേക്ക് ഇത് കടക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പറയാൻ പറ്റും വെച്ചിട്ട് ഈ കാര്യങ്ങൾ. ഞാനിത് വീണ്ടും ഒന്ന് ആലോചിച്ചു, പറയണോ വേണ്ടയോ. അതായത് ഞാൻ ആശാവർക്കർമാരുടെ സമരത്തിൽ സുരേഷ് ഗോപിയെ ഉദാഹരിച്ചു. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് സുരേഷ് ഗോപിയെ ഉദാഹരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുഭാവികളും ഒക്കെ തെറ്റായി വിചാരിക്കുമോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ എങ്കിലും സുരേഷ് ഗോപി ഇന്ന് ഈ 2 വാർത്തകളോടും ചേർന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. ആറ്റുകാൽ പൊങ്കാലയുടെ പ്രദേശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങൾ ചോദിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെപ്പറ്റി ചോദിച്ചു. അടുത്തായിട്ട് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തെ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഇതാണ്. ഞാൻ 1-2 തവണ കേട്ടു. അത് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മുഖം ചുളിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഇതിനിടയ്ക്ക് വിഷമുണ്ടല്ലോ, വിഷം. ആ വിഷം എന്താണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചില്ലേ? എല്ലാ വിഷങ്ങളെയും പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. എനിക്ക് അദ്ദേഹം പറയുന്ന അദ്ദേഹം സിനിമയിൽ പറയുന്ന എല്ലാ ബൈറ്റുകളും എനിക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ പലതവണ ആവർത്തിക്കാറുള്ളതാണ്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡയലോഗ് എനിക്ക് എന്ത് ഇഷ്ടമാണ്. അദ്ദേഹം എനിക്ക് വളരെ, ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്ന ഓരോന്നും എനിക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല, ഇതിനിടയ്ക്ക് വിഷമുണ്ടല്ലോ, ആ വിഷം എന്താണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചില്ലേ? എല്ലാ വിഷങ്ങളെയും പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. വളരെ വ്യക്തമായിട്ട്, അതായത് മഹാത്മാഗാന്ധിയും ഈ ശ്രീനാരായണ ഗുരുവും 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് തള്ളിപ്പറയാനുള്ള ഉത്തരവാദിത്തം, ഇത്തരം സംഗതികൾ തള്ളിപ്പറയാനുള്ള ഉത്തരവാദിത്തം ഓരോ പൊതുപ്രവർത്തനമുണ്ട് കേരളത്തിലല്ലേ, പ്രത്യേകമായിട്ട് അദ്ദേഹം അത് പറയുകയാണ്. അപ്പോൾ എന്താണ്, എന്നെ പോലെ ഒരാളെന്താ വിചാരിക്കുക, എൻ്റെ മനസ്സിൽ വരുന്നൊരു ഒരു ദുഃഖം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഉന്നത കുലജാതൻ SC/ST മന്ത്രിയാകണം എന്ന് പറഞ്ഞ ആളാണ്. അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ ജാതി, ഉന്നത കുലജാതമാവുക അല്ലെങ്കിൽ ബ്രാഹ്മണനാവുക എന്നതൊക്കെ എന്തോ സവിശേഷമായിട്ടുള്ള വലിയ കാര്യമാണ് എന്ന ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കരുത് ഒരാളും. എല്ലാ മനുഷ്യരും തുല്യരാണ്. ഒരു മാവിൻ്റെ ഇലകളെപ്പോലെ ആ സത്ത് പിഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതാണ് എന്ന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും എത്രയോ കാലം മുമ്പ് പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിലാക്കുകയാണ് വേണ്ട, അല്ലേ? അങ്ങനല്ലേ? എനിക്കത് ഈ തോന്നലുണ്ടായി. മിനിയാന്ന് ആശാവർക്കർമാരെ കണ്ടതിന് ശേഷം സുരേഷ് ഗോപി സംസാരിച്ചത് മലയാള മനോരമയുടെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ വായിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവ്യക്തതയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൃത്യമായ വെർബാറ്റമാണ് പറഞ്ഞ വാക്കുകൾ, അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. അതെ, അത് കാരണം അതിനകത്ത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആരാണ് വിഷം, എന്തിനാണ് വിഷം ഇറങ്ങി പോകുന്നത്? ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ജാതി ചിന്തയാകുന്ന വിഷം തന്നെയാണോ? നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. പക്ഷേ മറ്റു 2 ബൈറ്റുകളൊക്കെ അതാണ്. ഞാൻ സുരേഷ് ഗോപി വളരെ സ്നേഹത്തോടെ, അത് വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്. സുരേഷ് ഗോപി അവിടുത്തെ ജാതി ചിന്തയാകുന്ന വിഷത്തെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ മാറ്റണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ. തീർച്ചയായും മീനാക്ഷി മന്ദിരത്തിന്റെ മുറ്റത്തെ മാവ് ചൂണ്ടിക്കാട്ടി അതിന്റെ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ എന്ന ഗാന്ധിജി ഗുരുവിനോട് ആരാഞ്ഞു. അതുപോലെ ജാതി പ്രകൃതി സഹജമാണ് എന്നായിരുന്നു ഗാന്ധിജിയുടെ കാലത്തെ ബോധ്യം.
പക്ഷേ ഭിന്ന രൂപങ്ങളിലായിരിക്കുമ്പോഴും എല്ലാ ഇലകളും ചവച്ചരച്ചാൽ രസം ഒന്നു തന്നെയാണ് എന്ന് ഗുരു ഗാന്ധിജിയെ ഓർമ്മിപ്പിച്ചു. മനുഷ്യൻ ഏകജാതിയാണെന്നും ഗാന്ധിജിയുടെ ജാതിബോധ്യങ്ങളെ പിൽക്കാലത്ത് ആഴത്തിൽ തിരുത്തിയ ഗുരുചിന്തയായിരുന്നു അത്. അയിത്തം എന്ന പോലെ സവർണ സങ്കല്പത്തെയും ഉച്ചാടനം ചെയ്താലേ സമൂഹം എന്ന നിലയിൽ മുന്നോട്ടു പോക്ക് സാധ്യമാകൂ എന്ന ദർശനത്തിലേക്ക് ക്രമേണ ഗാന്ധി എത്തിച്ചേർന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തിന് തന്നെ പുതിയ തെളിച്ചമുണ്ടാക്കിയ ആ യുഗ സംഭാഷണത്തിന് 100 വയസ്സായിരിക്കുന്നു. 100 വർഷം ചെറിയൊരു കാലയളവല്ല. നാരായണ ഗുരുവും അയ്യങ്കാളിയും അയ്യാവൈകുണ്ഠസ്വാമിയും പൊയ്കയിൽ കുമാരഗുരുവും പിന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം ജാതിബോധ്യങ്ങളുടെ ആണിക്കല്ലുകളിൽ ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചാണ് കേരളത്തെ നവോത്ഥാന കേരളമാക്കിയത്. ഗാന്ധി ഗുരു മഹാസംഭാഷണം നടന്ന് 100 ആണ്ട് തികയുമ്പോഴും ഇവിടെ അയിത്തം ആചരിക്കപ്പെടുന്നെങ്കിൽ പതിവായി നമ്മൾ പറയും പോലെ നമ്മൾ ലജ്ജിക്കുകയല്ല വേണ്ടത്. തിരിയാത്തതിനെ ചവിട്ടി തിരിച്ചവരാണ് നമുക്ക് മുന്നേ പോയ മഹാമനുഷ്യർ.